സൂക്ഷ്മദർശിനി കണ്ട ഒരു അമ്മച്ചി പറഞ്ഞത് ഒന്നുമില്ലെങ്കിൽ അവൻ അമ്മ പറഞ്ഞിട്ട് ചെയ്തതല്ലേ, പാവം അവനെ കൊണ്ടൊന്നും അതിന് പറ്റില്ലെന്നാണ്. സൂക്ഷ്മദർശിനിയിൽ ഒരു 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 അമ്മച്ചി അത് കണ്ടിട്ട് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഒന്നുമില്ല അവൻ അമ്മയ്ക്ക് വേണ്ടിയല്ലടാ അങ്ങനെ പറഞ്ഞതിന്. അതെ, മലയാളി പ്രേക്ഷകർക്കിടയിൽ ബേസിൽ ജോസഫ് അങ്ങനെയാണ്, ഒരു പാവം ക്യൂട്ട് പയ്യൻ. പക്ഷെ തുടർന്നു പോന്ന ആ ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജിൽ നിന്ന് ബേസിൽ പതിയെ ട്രാക്ക് മാറ്റി തുടങ്ങിയതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് പൊന്മാൻ. GR ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കി ജ്യോതിശങ്കർ ഒരുക്കിയ ചിത്രത്തിൽ സ്വർണ്ണ കച്ചവടക്കാരനായ PP അജേഷിനെയാണ് ബേസിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആഘോഷമായി ജീവിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ചെറുപ്പക്കാരൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങൾക്ക് സ്ത്രീധനമായി കൊടുക്കാനുള്ള സ്വർണം അഡ്വാൻസ് ആയി കൊടുക്കലും കണക്ക് പറഞ്ഞ് തിരിച്ചു വാങ്ങിക്കലുമാണ് അജേഷിന്റെ പണി. ഏത് പ്രതിസന്ധിയെയും ചങ്കൂറ്റത്തോടെയും ആഘോഷത്തോടെയും നേരിടുന്നവൻ. വലം കൈകൊണ്ട് ഇടതു നെഞ്ചിൽ 3 ഇടി ഇടിച്ച് അജേഷാണടാ അജേഷ് എന്ന് പറയാൻ തൻ്റെ ഇടമുള്ളവൻ. ഇന്റൻസ് ആയിട്ടുള്ള സീനുകളിൽ മാനർസങ്ങൾ കൊണ്ടും ഡയലോഗുകളിലെ നിസ്സഹായത കൊണ്ടും PP അജേഷായി ബേസിൽ പൊന്മാനിൽ നിറഞ്ഞാടുന്നുണ്ട്. ഇത്രയും ശക്തമായൊരു കഥാപാത്രം ബേസിലിന് ഇതിനു മുമ്പ് ലഭിച്ചിട്ടില്ലെന്ന് അടിവരയിട്ട് പറയാൻ കഴിയും. ജയഹേ മുതലാണ് ബേസിലിന്റെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളിലേക്കുള്ള ചുവടുമാറ്റം തുടങ്ങിയതെങ്കിലും പൊന്മാനിലേക്ക് എത്തുമ്പോൾ മടിയിൽ ജ്വല്ലറി നടത്തിപ്പുകാരനായ അജേഷ് സ്ക്രീനിൽ അഴിഞ്ഞാടുകയാണെന്ന് തന്നെ വേണം പറയാൻ. ബേസിലിൻ്റെതായി ഈ വർഷം റിലീസിനെത്തുന്ന 2ാമത്തെ സിനിമയാണ് പൊന്മാൻ. 2 ആഴ്ച മുമ്പാണ് പ്രാവിൻകൂട് ഷാപ്പ് റിലീസിനെത്തിയത്. ഒരു കള്ളുഷാപ്പിൽ നടക്കുന്ന കൊലപാതകവും തുടർന്നുണ്ടാവുന്ന അന്വേഷണവുമാണ് സിനിമയുടെ പ്ലോട്ട്. അന്വേഷണ ചുമതലയുള്ള SI സന്തോഷായാണ് ബേസിൽ സിനിമയിലെത്തുന്നത്. അതുവരെ അന്വേഷിച്ച 15 കേസുകളും തെളിയിച്ചിട്ടുള്ള സമർത്ഥൻ എന്ന് സ്വയം കരുതുന്ന പോലീസുകാരൻ. അത്തരത്തിലുള്ള സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം ഷാപ്പിലെ ഈ കൊലപാതകം ഒരു നിസാര കേസാണ്. സംഭവ സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന കുഞ്ഞു തെളിവുകളിൽ നിന്ന് പോലും ക്രൈം സീൻ മനസ്സിലാക്കിയെടുക്കുന്ന പോലീസുകാരനായി ബേസിൽ പ്രാവിൻകൂട് ഷാപ്പിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ബേസിലിന്റെ ആക്ടിംഗ് കരിയറിലെ ആദ്യ മുഴുനീള പോലീസ് കഥാപാത്രമായിരുന്നു SI സന്തോഷ്. സീരിയസ് ആയ സീനുകളിൽ പോലും സിറ്റുവേഷണൽ കോമഡികൾ സിനിമയിൽ ഉടനീളമുണ്ട്. അത്തരത്തിലുള്ള കോമിക് പെർഫോമൻസിലും ബേസിലിന്റെ ഒറ്റയാൻ പ്രകടനം പ്രാവിൻകൂട് ഷാപ്പിനെ വിരസതയില്ലാത്ത എന്റർടൈനർ ആക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം അവസാനം റിലീസിനെത്തിയ സൂക്ഷ്മദർശിനിയിലെ മാനുവലിൽ നിന്നാണ് ബേസിൽ പ്രാവിൻകൂടിലെത്തുന്നത്. സൂക്ഷ്മദർശിനിയിലെ നസ്രിയ അവതരിപ്പിച്ച പ്രിയദർശിനി എന്ന കഥാപാത്രം തൻ്റെ അയൽപക്കത്തെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ നടത്തുന്ന ഇൻവെസ്റ്റിഗേഷനാണ് സിനിമയുടെ പ്ലോട്ട്. രോഗിയായ അമ്മയെ പരിപാലിക്കുന്ന സ്നേഹനിധിയായ മകനായാണ് ബേസിലിൻ്റെ മാനുവലിനെ സിനിമയിൽ അവതരിപ്പിക്കുന്നതെങ്കിലും അതുവരെ ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജിലുണ്ടായിരുന്ന ബേസിൽ കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു കഥയുടെ മുന്നോട്ട് പോക്കിൽ മാനുവൽ. ക്രൂക്കഡ് മൈൻഡുള്ള മാനിപ്പുലേഷൻ സ്കില്ലുള്ള മാനുവൽ. ആദ്യ കാഴ്ചയിൽ തന്നെ നസ്രിയയുടെ പ്രിയദർശിനിക്ക് മാനുവലിൻ്റെ നിഷ്കളങ്കമായ ചിരിയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട്. മാനുവലിൻ്റെയും പ്രിയയുടെയും പിന്നീടുണ്ടാകുന്ന ടോം ആൻഡ് ജെറി ഗെയിമാണ് കഥയെ മുന്നോട്ട് നയിക്കുന്നതും നിഗൂഢതകളുടെ ചുരുളയിക്കുന്നതും. സിറ്റുവേഷണൽ കോമഡിക്കൊപ്പം കുടിലതയുള്ള മാനുവൽ എന്ന കഥാപാത്രം ബേസിൽ ജോസഫിൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു. ഒരു സീരിയസ് കഥാപാത്രമായിരുന്നെങ്കിലും പ്രേക്ഷകർക്ക് മുന്നിൽ മുഴുനീള ഡാർക്ക് കോമഡി അനുഭവം നൽകാൻ മാനുവലിനായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബേസിലിന്റെ ആദ്യ സോളോ 50 കോടി ക്ലബ് സിനിമ കൂടിയാണ് സൂക്ഷ്മദർശിനി. കുഞ്ഞിരാമായണവും ഗോദയും മിന്നൽ മുരളിയും സൂപ്പർ ഹിറ്റാക്കിയ സംവിധായകനിൽ നിന്ന് ബേസിൽ എന്ന നായക നടന് മലയാള സിനിമയിൽ ഒരിടമുണ്ടെന്ന് തെളിയിച്ച കാലമാണ് കടന്നുപോകുന്നത്. കഴിഞ്ഞ വർഷം മാത്രം വലുതും ചെറുതുമായ 7 സിനിമകളാണ് ബേസിലിൻ്റെതായി തിയേറ്ററുകളിലെത്തിയത്. അതിൽ തന്നെ കേന്ദ്ര കഥാപാത്രമായി എത്തിയ 3 സിനിമകളും ഹിറ്റാണ്. ഈ വർഷം തുടക്കത്തിൽ തന്നെ 2 സിനിമകൾ. അടുത്ത സിനിമ ഇറങ്ങുന്നതോടെ അഭിനയത്തിൽ നിന്ന് താൽക്കാലികമായ ഒരു ബ്രേക്ക് എടുക്കുകയാണെന്ന് ബേസിൽ പറഞ്ഞെങ്കിലും ചെയ്തു വെച്ചതിനേക്കാൾ പവറുള്ള കഥാപാത്രങ്ങളുമായി തിരിച്ചു വരാനുള്ള ഒരു സ്പേസ് മലയാള സിനിമയിൽ അയാൾ ഇതിനകം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഒരു യൂണിവേഴ്സും.